മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മേഘനാഥനെ തൻ്റെ ഭാര്യയും കൊണ്ട് പോയ അവൻ ആരാണെന്ന് അറിയണം. അത് ഒരുപാട് ആഗ്രഹമായിരുന്നു കേട്ടോ. അത് എല്ലാ ഭർത്താക്കന്മാരെ പോലെ തന്നെയാണല്ലോ. ഇത്രയും ചങ്കുറപ്പ് ആർക്കാണെന്നുള്ളത് അറിയണം എന്ന് കരുതി മേഘനാഥൻ മഞ്ജുവിനെ കണ്ട ആ ഭാഗങ്ങളിലെ കടകളിലും എല്ലാം എവിടെയും CCTV നോക്കുകയാണ് കേട്ടോ. അങ്ങനെ നോക്കിയിട്ട് ഒരു ബേക്കറിയിൽ ഇങ്ങനെ കാണുകയാണ്. ബേക്കറിയിൽ നിന്ന് നോക്കുമ്പോൾ ഹെൽമെറ്റ് കാരണം ആളാരാണെന്ന് അത്ര വ്യക്തമല്ല കേട്ടോ. വണ്ടിൻ്റെ നമ്പർ മാത്രമാണ് കിട്ടുന്നത്. ആ നമ്പറും കൊണ്ട് മേഘനാഥ അന്വേഷിക്കുകയാണ് കേട്ടോ. അങ്ങനെ അന്വേഷിക്കുമ്പോൾ നമ്മുടെ മാർക്കോയുടെ ബൈക്കായിരിക്കും അത്. മാർക്കോ അതിൽ പോകുന്നുണ്ടാവും കേട്ടോ. മേഘനാഥ അങ്ങനെ പോവുകയാണ്. അത് ആരാണെന്ന് അന്വേഷിക്കണം പറഞ്ഞിട്ട് മേഘനാഥൻ മാർക്കോയുടെ പിന്നിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേസമയം മാർക്കോ എല്ലാം കാണുന്നുണ്ട്. മേഘനാഥൻ അന്വേഷിച്ച് വരുന്നത് ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. ഇവൻ എന്തിനാണ് വരുന്നതെന്ന് മാർക്കോയ്ക്ക് ഒരു സംശയമുണ്ട്. ഏതായാലും സാഗർ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ, അത് കാരണം അറിയുന്നുണ്ട്. അതിനുശേഷം മാർക്കോ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ എന്നെ അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ തന്നെ സാഗറിന് ആകെ പേടിയാകുന്നുണ്ട് കേട്ടോ. എടാ നീ പേടിക്കണ്ട, അവൻ ഇതിലും വലിയ തിരിച്ചടി ജീവിതത്തിൽ കൊടുക്കാനില്ല. ഇതാണ് ഏറ്റവും വലിയ തിരിച്ചടി, ഇതായിട്ടില്ല, നീ അവളെയും കൊണ്ട് വരണം എന്നിങ്ങനെ മാർക്കോ പറയണം കേട്ടോ. അതേസമയം മേഘനാഥനാകെ കലി കൊണ്ടിട്ട് അവൻ അടിച്ചതൊക്കെ ഓർമ്മയുണ്ട്. മാർക്കോ അത്രയ്ക്കും അധികാരത്തോടെ തൻ്റെ ഭാര്യയെ കൊണ്ടുപോയല്ലോ എന്ന് പറഞ്ഞ് എന്തായാലും അവളെ രണ്ടെണ്ണം പൊട്ടിക്കണം എന്ന് കരുതിയിട്ട് മേഘനാഥൻ ദേഷ്യത്തോടു കൂടി പോയിട്ട് മഞ്ജു എടി എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പേറി പോവുകയാണ് കേട്ടോ. അതേസമയം മഞ്ജു ചോദിക്കണേ, എന്താ ഈ അലർന്നത് എന്ന് ചോദിക്കണം കേട്ടോ. നീ ആരുടെ കൂടെയാണ് പോയത്? ഞാൻ ആ വിഷ്വൽസ് കണ്ടു എന്നിങ്ങനെ പറയും. അതേസമയം മഞ്ജുവിൻ്റെ കയ്യിൽ മേഘനാഥനെ കുറിച്ചുള്ള മാനസയുടെ അവിടെ പോയിട്ട് മാർക്കോ അടിക്കുന്നതും കംപ്ലീറ്റ് വീഡിയോ ഉണ്ടല്ലോ, അതെല്ലാം നമ്മുടെ മഞ്ജു കാണിച്ചു കൊടുക്കണം കേട്ടോ. അവസാനം മേഘനാഥനെ എന്ത് ചെയ്യണമെന്നറിയാതെ മേഘനാഥൻ ആകെ പകച്ചു നിൽക്കുകയാണ്. അതേസമയം ആശുപത്രിയിലെ ഡോക്ടർ വന്നിട്ട് വാമദേവനെ പരിശോധിക്കുകയാണ് കേട്ടോ. പരിശോധിക്കുന്ന സമയത്ത് വാമദേവൻ ചോദിക്കുന്നു, ഡോക്ടറെ എനിക്ക് എപ്പോൾ പോകാൻ പറ്റും എന്നിങ്ങനെ ചോദിക്കണം. അത് കേൾക്കുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, നിങ്ങളെ എപ്പോൾ പോവാന്നുള്ളതിലല്ല, നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നിങ്ങനെ പറയണം കേട്ടോ. അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല, എങ്കിലും പറയണം, അന്നൊന്ന് പറഞ്ഞ് തൊലക്കുക എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം ഡോക്ടർ ഇങ്ങനെ പറയണം കേട്ടോ, എന്തായാലും ശരി, നട്ടെല്ലിനാണ് ക്ഷതം സംഭവിച്ചിരിക്കുന്നത്, ഒരിക്കലും 90% എണിച്ച് നടക്കാൻ പറ്റില്ല. ഇനി തൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ ഒരാൾ അത്യാവശ്യമാണ്, ഒരിക്കലും ജീവച്ഛവായിട്ട് കിടക്കും എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേട്ടത് തന്നെ വാമദേവൻ അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷേ ഈ വാമദേവൻ ഇങ്ങനെയും കിടപ്പിലാണെന്നുള്ളത് മേഘനാഥനും സീമന്തിനും ഒന്നും അറിഞ്ഞിട്ടില്ല. കാരണം വാമദേവൻ എന്തായാലും സുഖമായി വരുമെന്നാണ് അവരുടെയൊക്കെ പ്രതീക്ഷ. പിന്നെ പ്രതാപനും ഉണ്ണിയൊക്കെ അവിടെ നിൽക്കുന്ന കാരണമാണ് അവർ പെട്ടെന്ന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നത്. വാമദേവന് ഇനി ഒരിക്കലും കിടക്ക വിട്ടിട്ട് എഴുന്നേൽക്കാൻ പറ്റില്ല എന്നുള്ള വിവരം ഡോക്ടർ പറഞ്ഞതും വാമദേവൻ ആകെ ദേഷ്യവും സങ്കടവും കൊണ്ട് വാമദേവനെ മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്നിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. ഈ വാമദേവനെ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മേഘനാഥന് സീമന്തിന് വാമദേവനെ ഒഴിവാക്കണം. അങ്ങനെയാണ് വാമദേവൻ ഈ കുടുംബത്തിന് വേണ്ടി ഇത്രകാലം സമ്പാദിച്ചു കൊടുത്തതെന്നും അവർ കണക്കാക്കില്ല. അതെല്ലാം വെറുതെ ആയിരുന്നു ഈ പറ്റിച്ചതും വെട്ടിച്ചതും എല്ലാം എന്ന് വാമദേവൻ സ്വയം മനസ്സിലാക്കുന്ന നിമിഷങ്ങളാണ് ഇനി കാണാൻ പോകുന്നത്.